ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ആദ്യം തന്നെ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് നോക്കാം. ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ആമസോൺ പ്രൈം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഫ്യൂരിയോസ എ മാഡ് മാക്സ് സാഗ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സിനിമയുടെ 4K പതിപ്പ് ആഗസ്റ്റ് മാസം 13 റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമ മാത്രമാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇത് നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ് നോക്കാം. ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നുള്ളൂ. അതായത് 26 റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൂ. ഷക്കീല എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഷമാരോമി OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു ബയോപിക് മൂവി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൂ. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു കൊറിയൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കുറച്ച് മുമ്പേ റിലീസ് ചെയ്ത സിനിമയാണ്. ഐ സോ ദ ഡെവിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ ജൂൺ മാസം 28 ആഹാ തമിഴ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് ആക്ഷൻ വാർ ഡ്രാമ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദ മിനിസ്ട്രി ഓഫ് അൺജെന്റിൽമാൻലി വാർഫെയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് 25 ജൂലൈ മാസം 25 സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഈ സിനിമയുടെ ഇംഗ്ലീഷ് വേർഷൻ ഇതിനു മുമ്പ് തന്നെ റിലീസ് ചെയ്തതായിരുന്നു. ഓക്കെ, അടുത്തത് ഒരു ഫാമിലി കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ശർമാജി കി ബേട്ടി എന്നാണ് സിനിമയുടെ പേര്, ഹിന്ദി സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ജൂൺ മാസം 28 ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു അമേരിക്കൻ ഹൊറർ ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദ സീഡിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ജൂലൈ മാസം 5 അടുത്തൊരു മലയാള സീരീസ് ആണ്. നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. സുരാജ് വെഞ്ഞാറമൂടൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി സീരീസ് ആണ് നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന് പറഞ്ഞ സിനിമ. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഈ ഒരു സീരീസ് നമുക്ക് അടുത്ത ഒരു മലയാളം, അതായത് ഗുരുവായൂർ അമ്പലനടയിൽ നടന്ന സിനിമ 27 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണല്ലോ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി. അതിനുശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാളം സീരീസാണ്, മലയാളം റിലീസാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലെ മലയാളം റിലീസാണ് നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന് പറഞ്ഞ സീരീസ്. ജൂലൈ മാസം അവസാനത്തോടു കൂടിയൊക്കെ ഈ ഒരു സീരീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത ബിജു മേനോനും അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂടൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമയുടെ OTT റൈറ്റ്സ് ആര് സ്വന്തമാക്കി എന്നുള്ളതാണ്. മനോരമ മാക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഈ സിനിമ ജൂലൈ മാസം ലാസ്റ്റിലേക്കൊക്കെ പ്രതീക്ഷിച്ചാൽ മതി OTT റിലീസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ലിസ്റ്റിലേതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും